ുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹുത്തആല വിട്ടുപുറത്ത് മാപ്പാക്കുകയും അവർ ജീവിച്ച കാലത്ത് ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹുത്തആല സ്വീകരിക്കുകയും തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹുത്തആല വിട്ടുപുറത്ത് മാപ്പാക്കുകയും ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, മനുഷ്യരായ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്തിനാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പലരും ജീവിക്കുന്നത് പല താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നത് ഒരു സത്യമാണ്. പലരുടെയും ജീവിത ലക്ഷ്യങ്ങൾ വ്യത്യസ്തവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്ന് നമ്മൾ തീരുമാനിക്കണം. ആ വിശ്വാസവും ആ തീരുമാനവും നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവൃത്തിയിലുമൊക്കെ ഉണ്ടാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വളരെ വ്യക്തമായി തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ഭൂതവംശങ്ങളെ, മനുഷ്യന്മാരെയും ജിന്നുകളെയും അല്ലാഹു തആല പടച്ചത് തന്നെ എനിക്ക് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്, ആരാധിക്കാനാണ് എന്നല്ല. ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ അവിടെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു പറയുമ്പോൾ നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ആത്യന്തികമായ പരമപ്രധാനമായ ലക്ഷ്യം നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്നത് തന്നെയാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ കച്ചവടം ചെയ്യുന്നതും കൃഷി ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും നമ്മൾ ഇടപാടുകൾ ചെയ്യുന്നതും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി മക്കളുമായി ജീവിക്കുന്നതുമൊക്കെ ഇബാദത്താക്കാൻ കഴിയുമ്പോഴാണ്, ആ ഇബാദത്തിന്റെ മാർഗത്തിലാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുഅ്മിനുകളായി തീരുന്നത്. അതാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹു തആല പറഞ്ഞു, യബ്ന ആദം, എടാ മനുഷ്യ, തഫറഗ് ലി ഇബാദത്തി, നീ എൻ്റെ ഇബാദത്തിന് വേണ്ടി നിന്റെ ബാക്കിയെല്ലാം മാറ്റിവെക്കുക. നിന്റെ ജീവിതത്തിലെ സകലമാന പ്രവർത്തികളും, നീ ചിന്തിക്കുന്നതും നീ ജീവിക്കുന്നതും നീ കച്ചവടം ചെയ്യുന്നതും നീ കൃഷി ഇറക്കുന്നതും നീ നിന്റെ കുടുംബം പോറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും എൻ്റെ ഇബാദത്തിന് വേണ്ടി നീ മാറ്റിവെക്കുക. അങ്ങനെ വന്നാൽ അംലഅ് സ്വദറക ഗിനാൻ, നിന്റെ മനസ്സിൽ ഞാൻ നിനക്ക് സമ്പന്നത തരുമെന്ന് അല്ലാഹു തആല പറയുന്നു. സമ്പന്നനാക്കുക എന്നത് ചെറിയ കാര്യമല്ല. നമ്മൾക്കൊക്കെ സമ്പന്നന്മാരാകാൻ കഴിയും. സമ്പന്നനാക്കുക അല്ലാഹുവാണ് നമ്മളെ സമ്പന്നരാക്കുന്നത്. നമ്മൾ ഫക്കീറാകുന്നത് എപ്പോഴാ? നമ്മൾ മറ്റൊരാളിലേക്ക് ആശ്രയിക്കുമ്പോഴാണ്. മറ്റൊരാളുടെ കയ്യിലുള്ളത് കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ്. അയാളെ പോലത്തത് കിട്ടണം, അയാളുടെ കാറ് പോലെ, അയാളുടെ വീട് പോലെ എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ഫക്കീറുകളായി മാറുന്നത്, ദരിദ്രരാകുന്നത്. നമ്മൾ വിനയുള്ളവരാവണം, സമ്പന്നന്മാരാകണമെങ്കിൽ മറ്റൊന്നിലേക്കും നമുക്ക് താല്പര്യമില്ലാതെ അല്ലാഹുവാണ് ഇതൊക്കെ നൽകുന്നവൻ, അല്ലാഹുവാണ് ഇത് തിരിച്ചെടുക്കുന്നവൻ എന്ന ബോധത്തോടു കൂടെ നമ്മൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അല്ലാഹു തആല പറയുന്നു, നിന്നെ ഞാൻ സമ്പന്നനാക്കും. നിന്റെ മനസ്സിൽ നീ സമ്പന്നനാകും. ആരുടെ എന്ത് കണ്ടാലും നിനക്കതിലേക്ക് താല്പര്യം വരൂല. നീ അതിന്റെ പിന്നാലെ പോകൂല. അതിനു വേണ്ടി വേഷം കെട്ടി തുള്ളിച്ചാടാൻ നിനക്ക് കഴിയാത്ത വിധം നിന്റെ മനസ്സിൽ ഞാൻ സമ്പന്നത നൽകുകയും നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടയുകയും ചെയ്യുമെന്ന് അല്ലാഹു തആല പറഞ്ഞുവെന്ന് ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം. ഇതിന് നമുക്ക് കഴിയണം. അതാണ് ഒരു മുഅ്മിനിന്റെ ബാധ്യത. അപ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത്. നമ്മൾ അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കണം. ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക, ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടി ദിക്ർ ചൊല്ലുക, ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടി നോമ്പ് നോൽക്കുക, ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക, ആ നിലപാടിൽ നിന്ന് മാറിയിട്ട് ആരൊക്കെ കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്കൊരു ചുക്കും വരാനില്ല, എന്നെ കാണുന്നവനെ ഞാൻ കാണിക്കുന്നുണ്ട്, അവൻ എന്നെ നോക്കുന്നുണ്ട്, അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, അവനെ മാത്രമാണ് ഞാൻ പരിഗണിക്കുന്നത് എന്നൊരവസ്ഥയിലേക്ക് നീ മടങ്ങിയാൽ നിന്റെ ദാരിദ്ര്യം മാറും, നിന്റെ പട്ടിണി മാറും, നീ സമ്പന്നനായി മാറും, നിന്റെ ഇബാദത്ത് സ്വീകരിക്കപ്പെടും, നിന്റെ ഇബാദത്തിന് അർത്ഥമുണ്ടാകും. ഇതാണ് അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. വയില്ല, നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല, നീ ആ ചിന്താഗതിയിലേക്ക് വരുന്നില്ലെങ്കിലോ പിന്നെ നിന്റെ അവസ്ഥ അല്ലാഹു തആല പറയുന്നത് മലത്തു യദൈക ശുഗ്ല, നിന്റെ രണ്ട് കൈ കൊണ്ട് ചെയ്താലും രാവും പകലും ചെയ്താലും തീരാത്തത്ര പണി നിനക്ക് അല്ലാഹു തആല തരും.
നിനക്ക് അല്ലാഹു തആല പണി അങ്ങോട്ട് ഒഴിച്ചിട്ട് തരും. പണി തന്നെ. രാവും പകലും പണിയെടുത്താലും ദാരിദ്ര്യം മാറൂല. വലം അസുദ്ധ ഫഖ്റക, നിന്റെ ദാരിദ്ര്യം ഖിയാമത്ത് നാൾ വരെ തീരൂല. നിന്റെ പണിയൊട്ട് അവസാനിക്കൂല. നിനക്ക് ആ പണിയിൽ നിന്ന് വിശ്രമിക്കാനും കഴിയാത്ത അവസ്ഥ വരും എന്ന് അല്ലാഹു തആല പറഞ്ഞ ഹദീസ് ഈ റസൂലുള്ളാഹി ഞങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നത് തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ. നമ്മൾ ആ നിലയിലാവണം. നമ്മൾ മറ്റുള്ളവരുടെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് അവരെ പോലെ ആകണം, അവരുടെ മുതൽ കിട്ടണം, അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, ഈ കിട്ടണം എന്ന ചിന്താഗതി മാറിയിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ സമ്പന്നന്മാരാകുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അല്ലാഹു തആല നൽകിയ കഴിവ് ഉപയോഗിച്ചിട്ട് നമ്മുടെ അയൽവാസികൾക്ക് പല ഗുണങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും. നമ്മുടെ കുടുംബക്കാർക്ക് പല ഗുണങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മുടെ നാട്ടിലുള്ളവർക്ക് പല ഗുണങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും. നമ്മൾ അതൊന്നും ചെയ്യൂല. എനിക്കൊന്നിനും കഴിയില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് മുതലില്ല, എൻ്റെ ഒന്നും കൊടുക്കാനില്ല എന്നും പറഞ്ഞിട്ട് നമ്മളൊരു മൂലയ്ക്ക് ഇരിക്കുമ്പോഴാണ് അല്ലാഹു തആല നമ്മളെ മൂലയ്ക്കൊക്കെ ആക്കുന്നത്. നമ്മളാണ് ലാ യുഗയ്യിറുല്ലാഹു ഖൗമൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വയം നന്നാവാത്ത ഒരു വിഭാഗത്തെയും അല്ലാഹു നന്നാക്കൂല. നമ്മൾ നന്നാവണം. പരിശുദ്ധ ഖുർആനായി പറഞ്ഞത് നമ്മൾ മാറണം, നമുക്ക് മാറ്റം വരണം. നമ്മുടെ അയൽവാസികൾക്ക് എന്തൊക്കെ ഗുണം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയും. നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, ഇന്ന് എന്ത് ഗുണം എന്നെ കൊണ്ട് മറ്റൊരാളിലേക്ക് വിട്ടുകിടക്കുന്ന എന്ത് ഗുണം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയും എന്ന് ചിന്തിക്കുക. ഒന്നിനും കഴിയില്ലെങ്കിൽ പള്ളിന്റെ മുറ്റം ചൂലെടുത്തൊന്ന് അടിക്കുക എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുള്ളത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴുകി വിടുക, മൂത്രപ്പേരൊക്കെ ഒന്ന് അടിച്ച് കഴുകുക, ഇതൊക്കെ ചെയ്യാൻ ആർക്കാ കഴിയാത്തത് കൂട്ടർ? ഇതിനെന്തിനാ പൈസ? ഇതിനെന്താ ചെലവ്? ഇതാണ് സദക്ക. അല്ലാണ്ട് 10-50,000 കൊടുക്കലില്ല സദക്ക എന്ന് പറയാ. അതല്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന പണി എന്താ? നീ മുറ്റമൊക്കെ അടിച്ചാൽ തന്നെ ചപ്പൻ ചവറന്മാരി അടുത്ത് വീട്ടുകാരുടെ അപ്പുറത്തെ തൊടിക്കൊണ്ടേക്ക് കൊട്ടിയിട്ട് അവരെങ്ങനെ ഉപദ്രവിക്കാം? അവർക്ക് അങ്ങനെ ശല്യം ചെയ്യാന്ന് ചിന്തിച്ചാല് നീ 10,000 റക്അത്ത് നിസ്കരിച്ചാൽ അതിന് കൂടിയൊന്നും കിട്ടൂല. നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഗുണം കിട്ടണം. പല ഗുണവും നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ അയൽവാസികളെ സഹായിക്കാൻ നമുക്ക് കഴിയും. ഒരാളുടെ ചരിത്രം ഞാൻ മുമ്പ് ഒരു ഇംഗ്ലീഷുകാരുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്. പെൻഷൻ പറ്റി, വലിയ പെൻഷനൊക്കെ പറ്റിയ വലിയ ഉദ്യോഗസ്ഥന്. മൂപ്പര് ഒരു ദിവസം വീട്ടിന്റെ പുറത്ത്, വീട്ടിൽ പണിക്കാരുണ്ട്, വീട്ടിൽ ഒരുപാട് വൃത്യന്മാരൊക്കെ ഉള്ള വലിയ ഓഫീസറായിരുന്ന ആളാണ്. അയാൾ ഒരു ദിവസം ഗേറ്റ് തുറക്കാൻ നോക്കിയപ്പോ വീടിന്റെ ഗേറ്റ് സാധാരണ തുറക്കാത്ത പൊളി തുറന്നപ്പോ നല്ല ഒച്ച ഉണ്ടായി. അപ്പൊ ഒച്ച ഉണ്ടായപ്പോ ഇയാൾ എന്ത് ചെയ്തു? വീട്ടിൽ പോയിട്ട് അല്പം വേസ്റ്റ് ഓയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലൊഴിച്ചിട്ട് 4 വട്ടം അങ്ങോട്ടും കൊണ്ടാക്കിയപ്പോ ആ ഒച്ചയൊക്കെ കണ്ട് മാറിക്കിട്ടും. അപ്പൊ ഇയാൾക്ക് തോന്നി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലെ ഗേറ്റും ഇങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു പൊളിയിലേ തുറക്കലുള്ളൂ. ഇയാൾ കുറച്ച് വേസ്റ്റ് ഓയിലായിട്ട് എല്ലാ വീടുകളുടെ ഗേറ്റുകളിലും ചെന്നിട്ട് അതൊക്കെ തുറന്നു നോക്കുമ്പോ അങ്ങനെ തന്നെയാ. ഇയാൾ എല്ലാ വീട്ടിലും ചെന്നിട്ട് അവരുടെ ഗേറ്റൊക്കെ അല്പം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് 4 വട്ടം ആക്കിയപ്പോ അതൊക്കെ ശരിയായി. കുറച്ചാലും കൂടി അങ്ങനെ കിടന്നാൽ പിന്നെ അത് പൊട്ടിച്ചെടുക്കണം. ആ ഗേറ്റ് തുറക്കാനോ വിളക്കാനോ കഴിയൂല. നമ്മളെ കൊണ്ട് ആകുന്ന ഉപകാരം ചെയ്യുക. ഇതിനാണ് നമുക്ക് അല്ലാഹു തആല ആരോഗ്യം തന്നത്, മുതലല്ല. മുതല് കൊണ്ടുള്ള സഹായത്തെക്കാൾ വലുത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ഗുണം കിട്ടി. ഞാൻ ജീവിച്ചിരുന്നത് കൊണ്ട് ഈ ഭൂമിക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ എല്ലാ ദിവസവും നമ്മളെ കൊണ്ടാകുന്ന ഗുണം നമ്മൾ മറ്റുള്ളവരിലേക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുന്നതും നമ്മളെ അല്ലാഹു തആല പരിഗണിക്കപ്പെടുന്നതും ഒക്കെ അപ്പോഴാണ്. അപ്പൊ അല്ലാഹു നമ്മളെ പരിഗണിക്കും. അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അവന്റെ ഗുണം മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കുന്നുണ്ട്. അപ്പൊ അവനെ അല്ലാഹു തആല പരിഗണിക്കും. നമ്മൾ ഓരോരുത്തരെ മറ്റേ നമ്മൾ കയ്യും കിട്ടി ദ്വാരം തിന്നിട്ട് എന്ത് കാര്യ? നമ്മളെ എത്ര നേരം ദ്വാരുന്നാലും അല്ലാഹു സ്വീകരിക്കൂല. നമ്മുടെ ദ്വാ കൊണ്ട് ഈ സമൂഹത്തിൽ ഒരു നേട്ടമില്ല, ഈ നാട്ടുകാർക്കൊരു നേട്ടമില്ല, ഈ സമൂഹത്തിന് ഒരു നേട്ടമില്ല, ഈ ഭൂമിക്കൊരു നേട്ടവും നമ്മുടെ ദ്വാ കൊണ്ടില്ല. പിന്നെ എന്തിനാ അല്ലാഹു സ്വീകരിക്കണത്? ദ്വായല്ല ഇവിടെ വേണ്ടത്, പ്രവർത്തനങ്ങളാണ്. നമ്മളെ കൊണ്ട് എന്ത് നേട്ടം ഈ സമൂഹത്തിന് കിട്ടി, എൻ്റെ കുടുംബത്തിന് കിട്ടി, എൻ്റെ അയൽവാസികൾക്ക് കിട്ടി, ഞാൻ എന്ത് നന്മയാണ് ഇന്ന് ചെയ്തത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഈ നിസ്കാരമാണ്, നോമ്പാണ് എന്ന് മാത്രം മനസ്സിലാക്കരുത്. മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കുന്ന ഒരുപാട് പുണ്യകർമ്മങ്ങള് നമുക്ക് ചെയ്യാൻ കഴിയും, പക്ഷെ ചെയ്യൂല. അതിന് പിശുക്കുന്നവരാണ് നമ്മള്. എന്നിട്ട് വെറുതെ പറയുമ്പോ പറയും ഞാനെന്ത് സഹായിക്കാൻ, എൻ്റെ ഒന്നുമില്ലല്ലോ, എനിക്ക് വരുമാനമില്ലല്ലോ, എനിക്ക് ജോലിയില്ലല്ലോ. അങ്ങനെ ഇന്ന് നശിക്കുകയാണ് നമ്മളിൽ പലരും.
വെറുതെ ഇരുന്ന് നശിക്കുകയാണ്. ആ അവസ്ഥ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് ഇബാദത്തിലേക്ക് തിരിയേണ്ട മാസമാണ് ഇവിടെ സമാഗതമാകുന്നത്. ജീവിതം തന്നെ ഒരു ഇബാദത്താക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇതുപോലെ ഒരു ഷഅബാനിന്റെ അവസാനത്തില് അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, ഇതാക്കാൻ അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, റമദാനിലെ ആദ്യത്തെ ദിവസം വന്നാൽ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗവാതിലുകളൊക്കെ തുറക്കപ്പെടും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, അതിൽ നിന്ന് ഒരു ബാബും ഇനി റമദാൻ കഴിയുന്നത് വരെ അടയ്ക്കപ്പെടൂല. വാതിലുകളൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? പുണ്യം ചെയ്യുന്നവർക്ക് വേണ്ടി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് വേണ്ടി. അതിനുവേണ്ടി അല്ലാഹു തആല ഇതൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. നരകത്തിന്റെ വാതിലുകളൊക്കെ അടച്ചിടപ്പെടുകയാണ്, എല്ലാം ബന്ധിക്കപ്പെടുകയാണ് റമദാൻ വരുന്നതോടുകൂടെ. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, അതിൽ നിന്ന് ഒരു വാതിൽ പോലും തുറക്കപ്പെടുകയില്ല റമദാൻ കഴിയുന്നത് വരെ. പക്ഷെ എന്നാലും നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുന്നില്ല. അല്ലാഹു തആല പറയുന്നു, എന്നിട്ട് വനാദാ മുനാദിൻ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു വിളിച്ചു പറയുന്ന മലക്ക് വിളിച്ചു പറയും റമദാൻ ഒന്നായാല്, യാ ബാഗിയൽ ഖൈരി അക്ബർ, നന്മ പ്രവർത്തിക്കുന്നവനെ നീ മുന്നോട്ട് വാ. നീ ഇപ്പൊ നന്മ ചെയ്യേണ്ട സമയമാണ്, സൽക്കർമ്മങ്ങളുടെ മാസമാണ്, നീ മുന്നോട്ട് വരിക. വയാ ബാഇയ ശർറ്, തിന്മ ചെയ്യുന്ന മനുഷ്യ അഖ്സിർ, നീ ഒന്ന് അവസാനിപ്പിക്കണോ, റമദാനാണ് വന്നിരിക്കുന്നത്, ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്നൊരു മലക്ക് വിളിച്ചു പറയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം ഉണ്ടാക്കാനാണ് ഈ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഈ പറയുന്ന നമ്മളിൽ മാറ്റം നമ്മൾ ഉണ്ടാക്കണം. ഇതുവരെ ചെയ്തു കൂട്ടിയ തെറ്റുകള്, നമ്മൾ ചെയ്തു കൂട്ടിയതും പറഞ്ഞു കൂട്ടിയതും കാട്ടിക്കൂട്ടിയതുമായ പാപങ്ങളെ പറ്റി നമുക്ക് ബോധമുണ്ടാവുക. എന്നിട്ട് തൗബ ചെയ്യുക, പാശ്ചാത്തപിക്കുക. ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. ചില ആളുകൾ പറയുന്നേക്കാലോ, ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല, പിന്നെ പന്തിനെ ഞാൻ ഇങ്ങനെ തൗബ ചെയ്യണത് എന്ന് ചിന്തിക്കുന്നവരാ നമ്മളിൽ പലരും. ചെയ്തത് മുഴുവൻ ഉപദ്രവമായിരിക്കും. അതാ റഖീബ് വക്കീദ് എഴുതി വെച്ച കിതാബ് ഇടത് കയ്യിൽ കിട്ടുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾ മറ്റുള്ളവർക്ക് എത്രത്തോരം ഉപദ്രവകരമാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണ് അല്ലാഹ് സ്വീകരിച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയാ റഖീബ് അതീദ് എഴുതി വെച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാം രേഖയാണ്, എല്ലാം സുഭദ്രമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ആ ബോധത്തോടു കൂടെ തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുക, തിന്മ ഒഴിവാക്കുക. അതാണ് റമദാനിൽ നമ്മൾ ചെയ്യേണ്ട, റമദാനിന്റെ ആഗമനത്തിൽ നമ്മൾ ചെയ്യേണ്ട പുണ്യകർമ്മം എന്ന് പറയുന്നത്. ഞാൻ തെറ്റ് ചെയ്യൂല എന്ന് ഇപ്പൊ തന്നെ അങ്ങ് തീരുമാനിക്കുക. റമദാനിൽ ഞാൻ പുതിയൊരു മനുഷ്യനാണ് എന്ന് തീരുമാനിക്കുക. ലോകം വളരെ അപകടകരമായ അവസ്ഥയിലാണ് പോകുന്നത്. ഒരാൾ നന്നാകാൻ വിചാരിച്ചാൽ ലോകം നമ്മളെ നന്നാകാൻ സമ്മതിക്കൂല. ലോകം സമ്മതിക്കൂല. പണ്ടൊക്കെ നമ്മൾ ഇബിലീസ് എന്നാ പറയാ. ഇബിലീസ് ഒക്കെ ഇപ്പൊ പണി നിർത്തി വിശ്രമത്തിലാന്നാ തോന്നുന്നത്. ഇപ്പൊ ഇബിലീസുകൾ, ലക്ഷക്കണക്കിന് ഇബിലീസുകൾ നമുക്കിടയിൽ തന്നെയുണ്ട്. നമ്മളെ നന്നാക്കാൻ ഇബിലീസുകൾ സമ്മതിക്കുന്നില്ല. ലോകം അങ്ങനെ ആയിപ്പോയി. പല വിധത്തിലുള്ള മുസീബത്തുകളാണ് നമ്മൾ കേൾക്കുന്നില്ല. എത്രയോ അനുഭവങ്ങള് നമ്മൾ ദിനേന കേൾക്കുകയാണ്. ബാപ്പാനെ കൊല്ലുക, ഉമ്മാനെ കൊല്ലുക, അഞ്ചനെ കൊല്ലുക, കുടുംബക്കാരെ കൊല്ലുക, ഇതൊന്നും യാതൊരു പ്രശ്നമല്ല. ഏതു നേരത്താ നമ്മുടെ മക്കളെ നമ്മളെ കൊല്ലാന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. നഅൂദുബില്ല, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ വേർക്കാന്ന് മാത്രമേ ഉള്ളൂ. അവസ്ഥ അങ്ങനെയായിപ്പോയി. ഇതൊക്കെ മറ്റുള്ളവർക്ക് പ്രചോദനമാണ് എന്ന് മാത്രമല്ല, എങ്ങനെയാ കൊല്ലണ്ടെന്ന് പേപ്പർ വായിച്ചപ്പോൾ എനിക്ക് തിരിയുകയും ചെയ്തു. നമ്മുടെ പത്രക്കാരും മാധ്യമങ്ങളും എഴുതുന്ന ശൈലിയാണ് ഞാനീ പറയുന്നത്. എനിക്ക് കൊല്ലാൻ അറിയില്ല, ഞാനാകെ കോഴിയെടുക്കാനാ പഠിച്ചത്. അതിൽ അൽക്കും മുറിയണമെന്ന് 10 മുന്നിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ശ്വാസനാളവും അന്നനാളവും മുറിഞ്ഞാല് ആ കത്തി ഒന്നാമത്തെ വെപ്പില് ആ ശ്വാസനാളവും അന്നനാളവും മുറിഞ്ഞാൽ വേദന എന്താണ് ആ ജീവി അറിയില്ല. അതിന്റെ മുമ്പ് തലച്ചോറിലേക്ക് സന്ദേശം പോകുന്നതിന്റെ മുമ്പ് ആ ജീവി മരിച്ചിരിക്കും. അതുകൊണ്ട് വേദനിക്കാതെ കോഴി ഇറക്കാം. അൽക്കും മുറിഞ്ഞാൽ ഇത് 10 മുന്നിലുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ പേപ്പർ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് അതല്ല. ഒറ്റ അടിക്ക് ആളെ ഒതുക്കാം, മാത്രല്ല ഒരു ശബ്ദം ഉണ്ടാക്കൂല, ഒച്ച ഉണ്ടാക്കൂല, അതിന് എവിടെ അടിക്കണം എന്ന് ഇന്നലെ പേപ്പർ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ എന്നെ പോലെ വായിച്ചവര് വേറെ ഉണ്ടാവുമല്ലോ, പത്രം വായിച്ചവര്. അപ്പൊ എങ്ങനെ കൊല്ലണമെന്ന് നമ്മുടെ പത്രക്കാരെ നമുക്ക് പഠിപ്പിച്ചു തരിക. കൊന്നവൻ കൊന്നു എന്നുള്ളതല്ല, അത് എഴുതുമ്പോ വരുന്ന അവസ്ഥ എന്താണെന്ന് ആലോചിക്കണം. ഉമ്മാനെയും അതേപോലെ ബാക്കിയുള്ളവരെയൊക്കെ അടിച്ചത് എവിടെ? ആ അടി അവൻ പഠിച്ചിട്ട് അടിച്ചതിന് ഒറ്റ അടിക്ക് തന്നെ കഴിഞ്ഞു. ഇനി ഒച്ച ഉണ്ടാവൂല, നിലവിളിക്കൂല,
അതോടുകൂടെ ഒതുങ്ങുത്തരെ അവിടെ അടിച്ചാൽ. ഞാനത് പറയൂല കേട്ടോ, ഞാനും അത് പ്രചരിപ്പിച്ച ആളായി മാറില്ല, എല്ലാം കാക്കട്ടെ. ഒരാളിന് ഞാൻ പറയുന്നില്ല ചെയ്തെങ്കിലോ. ഇതാണ് ലോകം. കൊല്ലാൻ എങ്ങനെ എന്ന് ലോകം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ ലോകത്താ നമ്മൾ ജീവിക്കുന്ന എല്ലാ ഫിത്തനയും ഫസാദും നാശവും വ്യാപകമായ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ മലക്ക് നമ്മളോട് പറയുക, അല്ലാ തെമ്മാടിയെ, നീ ഒന്ന് നിർത്തണോ, നീ അവസാനിപ്പിക്കണോ, നന്മ ചെയ്യുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരുവീൻ എന്ന് അള്ളാഹുവിന്റെ മലക്ക് നമ്മളോട് വിളിച്ചു പറയുന്ന മാസമാണ് ഇവിടെ, ദിവസമാണ് ഇവിടെ വരാൻ പോകുന്നത്. റമദാനിന്റെ ഓരോ രാത്രികളിലും ആയിരക്കണക്കിന് നരക പാപികളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. നിസ്കരിച്ചവരെ അല്ല, നോമ്പ് നോറ്റവരെ അല്ല, സക്കാത്ത് കൊടുത്തവരെ അല്ല, പിന്നെ ആര്? ഇതൊന്നും ഇല്ലാതെ നരകത്തിൽ കിടക്കാൻ വിധിക്കപ്പെട്ട മഹാപാപികളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മാസമാണ് റമദാൻ. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നല്ലവരല്ലാത്തത് കൊണ്ടാണ് നമ്മളെ അല്ലാഹു മോചിപ്പിക്കുന്നത്. നമ്മൾ ഇതുവരെ ചെയ്ത തെറ്റാണ് അല്ലാഹു തആല നമ്മളെ മോചിപ്പിക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനാണ്, ഞാൻ ഒരുപാട് നിസ്കാരം ഉപേക്ഷിച്ചവനാണ്, ഞാൻ ഒരുപാട് പാപം ചെയ്തവനാണ്. അതുകൊണ്ട് എനിക്ക് ഈ റമദാൻ കൊണ്ടൊന്നും മെച്ചം കിട്ടൂല, റമദാനിൽ നോമ്പ് നോറ്റിട്ടൊന്നും ഞാൻ വിജയിക്കൂല എന്നൊന്നും വിചാരിക്കരുത്. വലാ തഖ്നുതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുത്. അല്ലാഹ് നമുക്ക് പുറത്തു തരും. തീർച്ചയായും ഈ റമദാൻ നമുക്ക് അനുകൂലമാകും. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും, നമുക്ക് അല്ലാഹു തആല സ്വർഗം തരും. അതിനു വേണ്ടിയുള്ള മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഇദാ വജദൽ ഇൻസാനു ലിൽ ഖൈരി ഫുർസതൻ, നന്മ ചെയ്യാൻ ഒരു അവസരം, ഒരു പ്രത്യേകമായ കിഴിവിന്റെ സമയം, ഒരു റിബേറ്റ് കിട്ടിയിട്ട് ഫലം യഗ്തനിംഹാ വഹുവ ലാ ശക്ക ആജിസു, അത് ഉപയോഗപ്പെടുത്താത്ത മനുഷ്യനാണ് കഴിവുകെട്ട മനുഷ്യൻ. ഇങ്ങനെ ഒരു റമദാൻ കിട്ടുക എന്നത് അള്ളാന്റെ റസൂല് റജബിൽ പ്രാർത്ഥിക്കും. റജബ് മാസം വന്നാൽ തുടക്കത്തിൽ മുതൽ അള്ളാന്റെ റസൂല് ദ്വാരന്തതായ ഹദീസിൽ വന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ. വ ബല്ലിഗ്നാ റമദാൻ, റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അല്ലാഹു തആല നമ്മളെ എത്തിപ്പിച്ചു തരുമാറാവട്ടെ. എത്രയോ ആളുകൾ എത്താതെ പോയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ മകൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു സുഹൃത്ത്, 31 വയസ്സ് മാത്രമുള്ള എൻ്റെ ഒരു സുഹൃത്ത്, അവൻ പോയിട്ടൊരു വീട്ടിൽ പെണ്ണ് നോക്കി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തന്നെ മകളെ പോയിട്ട് പെണ്ണ് നോക്കിയപ്പോൾ ആ പെണ്ണിൻ്റെ പറ്റി അവന് കെട്ടണ്ടാണ് അവൻ്റെ വീട്ടുകാരൊക്കെ, അവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസം, ഇങ്ങനെ ചില പരാതികളൊക്കെ ഉണ്ട് അവൻ്റെ വാപ്പാനെ പറ്റി. അങ്ങനെ വാപ്പ നല്ല മൂല്യരാ, പക്ഷെ ഓരോരുത്തർക്കും ഓരോ നന്മയും ഗുണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ പെണ്ണിനെ കെട്ടണില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഇവൻ എനിക്ക് വിളിച്ചു. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചു. എനിക്ക് 100% ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു. എന്നാ നീ ഒന്നും ആലോചിക്കണ്ട, നിനക്ക് അത് ഹൈറുണ്ട്, നീ കെട്ടിക്കളാണ്. ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ ഒറ്റ വാക്ക് വെച്ചിട്ട് അവനത് സമ്മതിച്ചു, ആ പെണ്ണിനെ കെട്ടി. പക്ഷെ അള്ളാഹുവിന്റെ വിധി എന്ന് പറയട്ടെ, കഴിഞ്ഞ ദിവസം പഴനിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ അവനും മൂത്ത ആൺകുട്ടിയും മരിച്ചു. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിരിക്കുമല്ലോ. അവനും അവന്റെ മൂത്ത ആൺകുട്ടിയും മരിച്ചു, ഭാര്യയും പെൺകുട്ടിയും മാത്രം ബാക്കിയായി. അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുമാറാവട്ടെ. ഇതാണ് ലോകം. നമുക്കൊന്നും വലിയ ആയുസ്സൊന്നും പ്രതീക്ഷിക്കണ്ട. എവിടെയാ നമ്മൾ തീരാന്ന് പറയാൻ പറ്റൂല. എത്ര ചെറുപ്പക്കാർ, എത്ര ആളുകൾ പെട്ടെന്ന് നമ്മിൽ നിന്ന് വിട പറയുന്നു. അത്തരം അപകടങ്ങളൊക്കെ നമ്മൾ മുന്നിൽ കാണണം. നമ്മൾക്ക് ഒരുപാട് കാലം കിട്ടും. ഇനിയൊരു റമദാൻ കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കണ്ട. ഈ റമദാൻ കിട്ടിയാൽ ഭാഗ്യവാന്മാരാണ് നമ്മൾ രക്ഷപ്പെടണം. ഈ റമദാൻ നമുക്ക് സഹായകമാകണം. ഈ റമദാൻ നമുക്ക് വിജയിക്കാൻ പറ്റുന്നതാവണം. അതിനിപ്പോ നമ്മൾ തീരുമാനമെടുക്കണം. അള്ളാഹു അല്ല തീരുമാനിക്കേണ്ടത്, നമ്മളാ. എനിക്ക് ഉപയോഗപ്പെടുത്തണം, എനിക്ക് മുമ്പിനായി ജീവിക്കണം, എനിക്ക് ഈമാനോടുകൂടെ മരിക്കണം, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. അതിനൊക്കെ പറ്റുന്നതാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചവരായി, അല്ലെങ്കിലോ നമ്മൾ കഴിവുകെട്ടവരായി തീരും. അതുകൊണ്ട് ഇനി ഈ അവസരം നമുക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പും നമുക്കില്ല. ഒരുറപ്പും നമ്മൾ പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് എൻ്റെ മുഅ്മിനുകളെ, നമ്മൾ അള്ളാഹുവിനെ പേടിച്ച് ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, സുംതു സായിമി, നോമ്പുകാരന്റെ മൗനം അത് തസ്ബീഹാണ്. ഒരു നോമ്പുകാരൻ
അവൻ നോമ്പുകാരനായിക്കൊണ്ട് മൗനം പാലിക്കുകയാണ്. നോമ്പ് പറഞ്ഞ വാക്ക്, സൗമ് എന്ന വാക്ക് പിടിക്കപ്പെട്ടത് തന്നെ സുംത്ത് എന്ന വാക്കിൽ നിന്നാണ്. മൗനമാണ് വ്രതം. ആ മൗനം ഒരാൾ ആചരിച്ചാൽ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മുണ്ടിയില്ല. നോമ്പുകാരനായിക്കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും ദിക്റും ചൊല്ലിയിട്ടില്ല, ഖുർആൻ ഓതിയിട്ടില്ല. അങ്ങനെ തന്നെ മൗനം ആചരിച്ചാൽ തന്നെ അതൊക്കെ തസ്ബീഹായി പരിഗണിക്കപ്പെടും. ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വനൗമു, ഇനി അതല്ല, അവൻ മൗനത്തിലുമല്ല, കടന്നുറങ്ങുകയായിരുന്നു, ഉറക്കത്തില. അവൻ പകൽ മുഴുവൻ ഉറങ്ങിയാലും അത് ഇബാദത്തുൻ, അതും ആരാധനയാണ്. വദുആഉഹു മുസ്തജാബത്തുൻ, അവന്റെ പ്രാർത്ഥനകൾ മുഴുവൻ ഉത്തരം നൽകപ്പെടുന്നതാണ്. വഅമലുഹു മുളാഫൻ, അവന്റെ പ്രവർത്തനങ്ങൾ, അമലുകൾ മുഴുവൻ ഇരട്ടിയാക്കപ്പെടുന്നതാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. 170 700 കൂലി കിട്ടുന്ന പുണ്യകർമ്മങ്ങളാണ് റമളാനിലുള്ള ഓരോ പുണ്യകർമ്മങ്ങളും. ദിക്റായാലും തസ്ബീഹായാലും ഖുർആനോദലായാലും ഫാത്തിഹ ഓതലായാലും അതേപോലെയുള്ള എന്ത് അമല്, നോമ്പ് തുറപ്പിക്കലായാലും സദക്ക ചെയ്യലായാലും ഒക്കെ അത് 170 700 ഒക്കെ പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മങ്ങളാണ് റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും. ഈ ഭാഗ്യം നമുക്കുള്ളത് മാത്രമാണ്. ഇതിന്റെ മുമ്പുള്ള സമുദായങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല. നമുക്ക് അല്ലാഹു നൽകിയ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹു നൽകിയ ഔദാര്യങ്ങളും അല്ലാഹു നൽകിയ കരുണകളും കാരുണ്യവും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാഹു നമുക്ക് നൽകുന്ന ഫദ്ലാണിത്, അല്ലാഹു നമുക്ക് നൽകുന്ന റഹ്മത്താണിത്. ഫബിദാലിക ഫല്യഫറഹു, അതിന്റെ പേരിൽ അവർ സന്തോഷിക്കട്ടെ. റമദാൻ വന്നതിന്റെ പേരിൽ സന്തോഷിക്കട്ടെ. റമദാനിൽ ജീവിക്കാൻ കഴിഞ്ഞതിന്റെ പേരിൽ അവർ ആഹ്ലാദിക്കട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാത്തിനേക്കാളും അവർക്ക് ഖൈറാണ് ഈ റമളാനിന്റെ പേരിൽ സന്തോഷിക്കുന്ന ഈ സന്തോഷം. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പേരിലുള്ള സന്തോഷം, അള്ളാഹുവിന്റെ ഫദ്ലിന്റെ പേരിലുള്ള സന്തോഷം, അത് നമ്മളെ സ്വർഗത്തിലെത്തിക്കും, നരകത്തെ തൊട്ട് കാക്കും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ ഫരിഹ ബിഖുദൂമി റമളാൻ, റമളാൻ കടന്നു വരുന്നല്ലോ എന്നതിന്റെ പേരിൽ ഒരാൾ സന്തോഷിച്ചാൽ, അവൻ അതിന്റെ പേരിൽ സങ്കടപ്പെടാതിരുന്നാൽ, പലർക്കും അങ്ങനെയാണല്ലോ, ഈ നേരത്തിന് തോന്നുമ്പോ ചായ കുടിക്കാൻ പറ്റൂലല്ലോ, അല്ലെങ്കിൽ പരസ്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റൂലല്ലോ, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാൻ പറ്റൂലല്ലോ എന്നൊക്കെയുള്ള വേവലാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറ്റിയല്ല ഈ പറയുന്നത്. റമദാൻ കടന്നു വന്നതിന്റെ പേരിൽ ആരെങ്കിലും സന്തോഷിക്കുന്നുവെങ്കിൽ ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ, അവന്റെ ശരീരത്തെ നമ്മൾ അല്ലാഹു തആല നരകത്തിന്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. അവൻ നരകത്തിൽ കിടക്കേണ്ടി വരൂല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അത്ര വലിയ പുണ്യമുള്ളൊരു മാസമാണ് നമുക്കിവിടെ സമാഗതമാകാൻ പോകുന്നത്. നാളെയോ മറ്റന്നാളോ അത് നമ്മിലേക്ക് കടന്നു വരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് എൻ്റെ മുഅ്മിനുകളെ, ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇനിയൊരു കൊല്ലം വരും, അപ്പൊ നന്നാവാമെന്ന് വിചാരിക്കരുത്. ആ അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. നമ്മൾ ഇവിടെയാണ് നന്നാവേണ്ടത്, ഇപ്പോഴാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. ഏത് സമയത്താണ് മരണം നമ്മെ പിടികൂടുക എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എപ്പോഴും മരിക്കാം. നമ്മളെക്കാളും ആരോഗ്യമുള്ളവർ, നമ്മളെക്കാളും വയസ്സ് കുറഞ്ഞവർ, നമ്മളെക്കാളും സാമ്പത്തികമുള്ളവർ, നമ്മളെക്കാളും സൗന്ദര്യമുള്ളവർ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. അവരെയൊക്കെ കൊണ്ട് മറയടക്കിയിട്ട് മൂടും തട്ടി തിരിച്ചു വന്നവരാണ് നമ്മളൊക്കെ. നമ്മളും മരിക്കും. നമ്മളെയും ആരെങ്കിലും കൊണ്ടുപോയിട്ട് കബറടക്കി തിരിച്ചു വരും. പിന്നെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവില്ല. കൂട്ടിന് ഭാര്യയും മക്കളും ഉണ്ടാവില്ല. നമ്മൾ ചെയ്ത അമലുകളാണ് നമ്മുടെ കബറിൽ നമുക്ക് കൂട്ടായിട്ടുണ്ടാവുക. അത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനുകളെ, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന ബോധം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, എന്ന പേടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അള്ളാഹു നമ്മളോട് പറയുന്നത് ഫൽയഅമൽ അമലൻ സ്വാലിഹ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. സൽക്കർമ്മങ്ങളാകണം ജീവിതം, തിന്മകളാകരുത് ജീവിതം. എപ്പോഴും നന്മ ചെയ്യാനുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മളത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കൾ ഇന്ന് തമ്മാടികളായി പോയത്. വേലി ചാടിയ മാടിന്റെ കുട്ടി മതിൽ ചാടും എന്ന് പറയുന്നത് പോലെ വാപ്പാന്റെ തെറ്റും കുറ്റങ്ങളും കണ്ടിട്ട് തന്നെയാണ് മക്കൾ വളരുന്നത്. നമ്മൾ നിർത്തിയോടത്തുനിന്നാണ് മക്കൾ തുടങ്ങുന്നത്. അത് നമ്മൾ ആലോചിക്കണം. നമ്മുടെ വാപ്പാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
നമ്മൾ നിർത്തിയോടത്തുനിന്നാണ് നമ്മുടെ മക്കളെ കുറ്റം പറയുന്നതിന്റെ മുമ്പ് നമ്മളാണ് തെറ്റുകാര്, നമ്മളാണ് ഇവരെ വഴിപഴപ്പിക്കുന്നവര് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ബീഡി വലിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മക്കള് പാൻപരാഗ് ഉപയോഗിച്ചെങ്കിൽ അത്ഭുതപ്പെടാനില്ല, മയക്കുമരുന്ന് ഉപയോഗിച്ചെങ്കിൽ അത്ഭുതപ്പെടാനില്ല. ഇതൊക്കെ നമ്മളാണ് മാർഗദർശികളായി മാറുന്നത്. അതുകൊണ്ട് നമ്മൾ മാറ്റം വരുത്തുക. മക്കളെ മാറ്റാൻ അതിലൂടെയേ കഴിയൂ. പറഞ്ഞു നന്നാക്കാൻ കഴിയില്ല, പറയാൻ ശ്രമിച്ചാൽ നടക്കൂല. ഇപ്പൊ ആളുകൾ പറയണ ഉസ്താദെ ദ്വാരക്കനട്ടളി ഉസ്താദിനോടാ ഏൽപ്പിക്കണത്. ഉസ്താദന്മാരുടെ ഗതി അതിലും വലിയ അധോഗതിയാ. കാരണം ഏറ്റവും വലിയ തമ്മാടികളായി മക്കളെ വളർത്തുന്ന വിഭാഗം മുസ്ലിംമാരാണെന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കാരണം സ്വാതന്ത്ര്യം കുറച്ച് ഒരുപാട് ഓവറാ മൂല്യന്മാരുടെ മക്കൾക്ക്. കാരണം ഞാൻ മൂല്യരല്ലേ, അപ്പൊ എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ആകൂല എന്ന. മിക്കവാറും മൂല്യന്മാരുടെ മക്കളൊക്കെ പെൺകുട്ടികളൊക്കെ ചാടിപ്പോക്കാ പതിവ്. മര്യാദയ്ക്ക് കല്യാണം കഴിക്കാൻ കിട്ടുന്നത് വളരെ കുറവേ ഉള്ളൂ. അതാണ് അവസ്ഥ. നഅൂദുബില്ല, അല്ല കാക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കളെ നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുക. റമളാനാണ് നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ, തറാവീഹിൽ പങ്കെടുക്കാൻ, ജമാഅത്തിൽ പങ്കെടുക്കാനൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഞങ്ങളുടെ നാട് പോലെ നിങ്ങളുടെ നാട് ആവരുത്. ഞങ്ങളുടെ നാട്ടിലും തറാവിയൊക്കെ നടക്കലുണ്ട്. കുട്ടികളൊക്കെ തറാവീഹിന് പോക്കുണ്ട്. തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് കുട്ടികൾ വലിയവരൊക്കെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടും, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം, വീട്ടിൽ തിരിച്ചെത്തിയിട്ടും ചെക്കന്മാരെ കാണാതായപ്പോഴാണ് വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ പള്ളിന്റെ മുമ്പിൽ വിശാലമായ 2-3 ഏക്കറ പാറുണ്ട്. ആ പാറിന്റെ അങ്ങേ ചെരുവിൽ കുട്ടികളൊക്കെ കാട്ടറായി അടിച്ചിട്ട് ഇങ്ങനെ കിടക്കുക. തറാവീഹിന് പോയതാ. പെരുക്കണം വെള്ളം കൊണ്ടുവന്ന് കുടിച്ചിട്ട്, നോമ്പുകാരല്ലേ, പകൽ നോമ്പനുഷ്ഠിച്ച് ക്ഷീണം മാറ്റാൻ തറാവീഹിന് പോയിട്ട് കുടിച്ചതാ. അതാണ് നമ്മുടെ മക്കളുടെ കഥ. നഅൂദുബില്ലാ, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഈ മക്കളെയൊക്കെ നന്നാക്കണമെങ്കിൽ നമ്മൾ ഇപ്പൊ തുടങ്ങണം. വളയുന്ന പ്രായത്തിൽ വളയ്ക്കണം. ഇനി എന്തെങ്കിലും കാലത്ത് 15 വയസ്സ് വരെ അഴിച്ചു വിട്ടിട്ട് 14 വയസ്സ് കഴിഞ്ഞ മകനെ ഇനി വാപ്പ വളച്ചാലൊന്നും വളയൂല. വാപ്പ വളയേണ്ടി വരും അവന്റെ മുമ്പിൽ, അല്ലെങ്കിൽ അവൻ കൊല്ലും. അതാണ് ഇന്നത്തെ സമൂഹം. ആ നിലയിലേക്ക് നമ്മുടെ മക്കളെ അധപ്പതിക്കാതിരിക്കാൻ തറാവീഹിൽ കൊണ്ടുവരിക. വാപ്പാരുടെ ഒപ്പം മക്കളെ കൊണ്ടുവരിക. അവരെ അടക്കി ഒതുക്കി ജീവിപ്പിക്കുക. അത് വിചാരിച്ചിട്ട് ഞാൻ കുട്ടികളെ കൊണ്ടുവരാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് 7 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ, മുമയ്യിസ് അല്ലാത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരൽ തെറ്റാണ്. ശിക്ഷ കിട്ടും. അതിന്റെ കുറ്റം വാപ്പാക്കായിരിക്കും. അതിന് ഞാനും നാളല്ല. അങ്ങനെ ഓരോരുത്തരോടും പറയാനൊന്നും ഞാൻ വരൂല. മുമയ്യിസ് അല്ലാത്ത കുട്ടികളെ പള്ളിയിൽ നിസ്കരിക്കാൻ കൊണ്ടുവരൽ, വകതിരിവുള്ള കുട്ടികളെ മാത്രമേ പള്ളിയിൽ കൊണ്ടുവരാവൂ. അല്ലാത്തവരെ പള്ളിയിൽ കൊണ്ടുവരൽ കറാഹത്താണ്. എന്ന് വെച്ചാൽ ഹനഫി മദ്ഹബ് പ്രകാരം കുറ്റം കിട്ടുന്ന തെറ്റാണ്. ആ നിലയ്ക്ക് മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികളെയൊക്കെ പള്ളിക്കേക്ക് കൊണ്ടുവരാൻ. വലിയ കുട്ടികളെയൊക്കെ കൊണ്ടുവരിക, ചെറിയ കുട്ടികളെയൊക്കെ വീട്ടിൽ നിർത്തിയിട്ട് വരിക. കുട്ടികൾ വന്നിട്ട് നിൽക്കാൻ